ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നിപ്പോൾ നമ്മൾ ഒരു നാടൻ സ്റ്റൈലിൽ മീൻ പിടിക്കുന്നൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. പെട്ടെന്ന് തോന്നിയൊരു ഐഡിയേൻ്റെ പുറത്ത് ഇറങ്ങിയതാണ്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു തോടുണ്ട്, അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ളൊരു തോടുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ ചെറിയൊരു നെറ്റ് കൊണ്ട് വെച്ചിട്ട് നമ്മൾ മീനെ ഇളക്കിയിട്ട് പിടിക്കുന്നൊരു സെറ്റപ്പാണിത്. നമ്മളെ നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നതാണ്. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഇതിൻ്റെ ഒരു വീഡിയോ ഇടുന്നത്. ഇതിപ്പോൾ മെയിനായിട്ട് നമ്മൾ പിടിക്കുന്നത്, നാളെ നമ്മളെ കൂട്ടുകാരൊക്കെ പുഴയിൽ മീൻ പിടിക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ ചൂണ്ടക്ക് കോർക്കാൻ വേണ്ടി എരേനെ പിടിക്കാനാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ എര എന്ന് വെച്ച് കഴിഞ്ഞാൽ തോടനാണ്. അപ്പോൾ തോടനെ ഇട്ട് മീൻ പിടിച്ചു കഴിഞ്ഞാൽ വരാലൊക്കെ കിട്ടുന്നതാണ് ഇവർ പറഞ്ഞത്. ഞാൻ ഇതുവരെ പുഴയിൽ പോയിട്ടില്ല. അപ്പോൾ ഇവരുടെ കൂടെ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു വെറൈറ്റി മീൻപിടുത്തം കണ്ടാലോ? അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ, നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. അപ്പോ നീ പിടിച്ചു വന്നിട്ട് ലാസ്റ്റ് കളയാ. മോനെ പത്തിക്കണം പിടിച്ചതിന് വിളിച്ചിട്ട് ഇത് കല്ലിപ്പറ്റി കല്ലിപ്പറ്റി അതാണ് ഇതോ അതോ അവിടെ എന്തോ പറയുന്നുണ്ട്. അവിടെ അല്ല വിട്ടാ ഇത് വലുതുണ്ടാവും. ഒന്ന് കിട്ടിക്കുള്ളൂ. രണ്ടെണ്ണം നല്ല വലുണ്ട്. സെറ്റ് മേലുണ്ടോ? ഒന്ന് കാണിക്കണം. കല്ലേപ്പറ്റി. അത് വെള്ളം കേറുന്ന സ്ഥലത്ത് ഇത് കാണുള്ളൂ. വെള്ളം കേറിപ്പോന്നു. ഇതിനെ തിന്നാൻ പറ്റുന്ന അടിപൊളിയാ. ഇതിന് നന്നാക്കൊന്നും വേണ്ട. വെറുതെ ഒന്ന് ഇതിട്ട് വരയ്ക്കാം. ചൂടുവെള്ളത്തിട്ടിട്ട് വലുതല്ലേ ഇത് കൂടെ എന്തോ പോയി. അത് മൂലിക്കൊണ്ട് ഇത് നന്നാക്കൊന്നും വേണ്ട. അങ്ങനെ തന്നെ കേട്ടോ. കല്ലൊന്നില്ല. എത്ര പെട്ടെന്നല്ല എത്രയും രാത്രിയാണുണ്ട്. കല്ലോ എവിടെ തോട്ടുന്നൊക്കെ വാളയോ? ഇത് സൂപ്പർ പൊക്കലായി പോയിട്ടോ. പോലെ കേട്ടോ. നല്ല വരാണെങ്കിൽ ലോഡ് കണക്കിന് മീൻ വാരി നമ്മളെ തോട്ടില് ഇങ്ങനത്തെ മീനൊക്കെ അവിടെ ഇല്ല. അവിടെ അവിടെ കടുണ്ട്. കടുവോ? ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ലൈറ്റ് അടിച്ചപ്പോ കാണും. അമ്പാ എന്റെ കയ്യാണ്. ഇതെന്താ സാധനം? കല്ലേപ്പറ്റി. നേരത്തെ പറഞ്ഞോ ഇതാണ് മറ്റേ പുല്ലുവാള. അല്ല, ഇത് സാധാ വള. ഈ തോട്ട് കല്ലേപ്പറ്റി. മറ്റേതോ കല്ലേപ്പറ്റിയോ? മറ്റേ അത് പറല്. ഇതാണോ കളർ മീൻ എന്ന് പറയുന്നത്? ഇതില് വേറെ കളർ മീൻ ഉണ്ട്.
എല്ലാരും മുഖമുണ്ട്. വിട്ടോ നോക്ക്. Guys, ഇതാണ് ബർത്ത്ഡേ ബോയ്. നമ്മളിനി ഒന്നും കൂടെ താഴ്ന്നു വരുന്ന എവിടെ? Guys, ഇതാണ് ഡിങ്കൻ, ഇതാണ് പിട്ടൻ. പിട്ടൻ ക്യാമറക്ക് മുന്നിൽ വരില്ല. നമ്മളിപ്പോൾ മീൻ പിടിച്ച് ഹരായതുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നെറ്റ് അങ്ങ് മാറ്റിയിട്ട് വേറൊരു വലിയൊരു വല എടുക്കാനുള്ള പരിപാടിയാണ്. നമ്മളെ പിള്ളേരത് എടുക്കാൻ വേണ്ടി പോയതാ. നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇത് വേണേ ഞാൻ കൊണ്ടിട്ട് ഫ്രൈ അടിച്ചോളാം. അത് വെച്ചു കണ്ണുണ്ട്. കണ്ണുചേട്ടൻ സെറ്റാക്കി മറക്കാനുണ്ട്. ഇതാണത് നന്നാക്കണ്ടത്. അതിനെ നന്നാക്കണ്ട, അതിനെ നന്നാക്കണ്ട. ബാക്കിയൊക്കെ ഇനി ഇതാക്കിയോ ചെറുതാ. എന്താ ഒന്നിപ്പുറം പറഞ്ഞു. ഈ തോറിനല്ല രണ്ട് തോറുന്നുണ്ടോ അവിടെ ഉണ്ടായിരുന്നു. ഇതെന്താ സാധനം? എന്ത് നെടുഞ്ചേരി പറള് പറള് നെടുഞ്ചേരി പറള്. ഇതന്നല്ല അത്. ആ ഇതാ ചാകര. മറ്റേ കൊത്തൂരില്ലേ പുഴയിൽ ഇത് മാത്രമേ ഉള്ളൂ. നെടുഞ്ചേരി ചെറുത്. മറ്റേ ഇതിനൊന്നും നന്നാക്കണ്ട. ഈ പൊന്തി കിടക്കുന്ന മലന്ന് കിടക്കുന്നതിന് നന്നാക്കിയാൽ മാത്രം. വലുതിനാ ഈ കനിമന് ഏത് കനിമന് ഏത് ഇതിനൊക്കെ നന്നാക്കണം. അത് മറ്റേ ഇപ്പൊ പിടിച്ചില്ലേ അതിനൊന്നും നന്നാക്കണം. ഇതിനും നന്നാക്കണം. ഇതിന് രണ്ടിനും നന്നാക്കണം. എന്തുണ്ടാവും ഇതിന്? ഇത് ഈ മറ്റേ കാണിച്ചില്ല നീ കാപ്പ് കളർ, അതിന് കയ്പുണ്ടാവും നന്നാക്കിയിട്ടില്ല. ആണോ? എന്താ റോട്ട് പോയി
ഇതാ തോട ഇപ്പൊ പോയ അത് തന്നെ കൊട്ടയിലതാ ഇതാടാ ഇതാറിയ ഇത് ഇങ്ങനെ തട്ടിക്കളഞ്ഞ വലേന്റെ മൂലിക്ക് അതാ മീനതാ അതാ ഇവിടുന്നോ കിച്ചോ ബർത്ത്ഡേ ബോയ് ഒന്നുമില്ല അതില് ഒന്നുമില്ല ഒറ്റൊന്നെങ്കിലും കയറിയാൽ മതി ഒറ്റൊന്ന് കണ്ണുചടിക്ക് ഭാഗം കൊണ്ട് അതിന്റെ ഉള്ളിൽ കയറടാ തവളയുണ്ട് തവള ഒന്നുമില്ല അടിക്കാൻ പോട്ടെ ഡിങ്ങ നിനക്ക് രാശിയില്ല കേട്ടോ നിങ്ങളൊക്കെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോടാ അതെ തോളിട്ട് പോകും എന്നാ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു ഇവിടെ വെച്ച് ഈ സൈഡ് മാത്രം അയച്ചു മതി കണഞ്ഞേട്ടാ അടിച്ചെടുക്കുകയാണെങ്കിൽ അതാ കേറി ഇരിക്കണ ആരെങ്കിലും ഒന്ന് ഇത്ര ബേറ്റ് പിടിച്ചിട്ട് ആ വളർന്നു നിൽക്കുന്ന കോൺക്രീറ്റ് കമ്പിയാ ആ കമ്പി വളഞ്ഞിരിക്കുന്നല്ലേ അത് ഇതിന്റെ മുകളിൽ പാലം വീണ ഇല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റാവും എല്ലാം കഴിഞ്ഞല്ലോ മീന് നാളെ പിടിക്കണേ ഇതാ നന്നാക്കില്ലേ അന്നപ്പോ അങ്ങനെ ഒരു ടോക്കൊക്കെ ഇപ്പൊ അപ്പോൾ ഗൈസ് ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മീനൊക്കെ ആ നെറ്റിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് മീനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-2.5 മണിക്കൂർ നമ്മൾ തോട്ടുകൂടെ മൊത്തം നടന്നിട്ട് കിട്ടിയതാണ്. അതിലൊരു ഞണ്ടും ഉണ്ട്, കുറച്ച് അധികം മീനുകളും ഉണ്ട്. ഇതിലിപ്പോൾ നമ്മൾ മെയിനായിട്ട് ആ തോടനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നേരത്തെ പറഞ്ഞല്ലോ നാളെ മീൻ പിടിക്കാൻ പുഴയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് ഇരയ്ക്ക് വേണ്ടിയിട്ട് തോടനെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ മീനെ മാത്രം ജീവനോടെ നമ്മൾ വേറൊരു ബക്കറ്റിലേക്ക് മാറ്റുന്നതാണ്. ബാക്കിയുള്ളതിനെ ഫ്രൈ അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിലതുപോലെ തന്നെ നമുക്ക് ഓവർ നന്നാക്കാത്ത മീനുകളുണ്ട്. അതിനിപ്പോൾ തിരഞ്ഞിടുന്നുണ്ട് അവർ. അതാണെങ്കിൽ വെള്ളത്തിലിട്ട് ഉപ്പും കൊണ്ട് കഴുകിയാൽ മതി. നല്ലൊന്ന് ക്ലീൻ ചെയ്താൽ തന്നെ വൃത്തിയാകുന്ന കുറച്ച് മീനുകളും അതിലുണ്ട്. അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു മീൻപിടുത്തം? നാടൻ സ്റ്റൈലിലുള്ള ഒരു മീൻപിടുത്തമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ മീനെ തോടൻ മീൻ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇറക്കി കോർക്കുന്ന ആ മീനിനെ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് അതിൻ്റെ പേര് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് നമുക്കെല്ലാവർക്കും അറിഞ്ഞിരിക്കാമല്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ എണ്ണം ചത്തുപോയിട്ടുണ്ട്, കുറച്ച് ജീവനോടെ ഉണ്ട്. ഈ മീനുകളൊക്കെ എന്ന് വെച്ചാൽ ഏകദേശം ഇത്ര സൈസ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ മീനുകളെ പിടിച്ച് എന്നിനി ആരും പറയണ്ട. ഇവിടെ ഏകദേശം ഇത്ര സൈസ് വരെയൊക്കെ വരുള്ളൂ. വലിയ സൈസുള്ള മീനൊന്നുമില്ല, കാരണം ചെറിയൊരു തോടാണ്, വലിയ പുഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്.
അപ്പോൾ ഈ ഒരു സൈസുള്ള മീനുകൾ തന്നെയാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതുണ്ടോ ഇപ്പോൾ കാണുന്ന ഇത്രയും നമുക്ക് തോടമീനുകൾ കിട്ടിയിട്ടുണ്ട്. ബാക്കി തോടമീനുകൾ ഒഴികെയുള്ള ബാക്കിയുള്ള മീനിനെയാണ് നമ്മളിന്ന് ഫ്രൈ അടിക്കുന്നത്. അല്ല ഒരു സൈഡേ കിട്ടുക. നിങ്ങൾ കാല് മാറ്റി അത് അവിടെ ഒരു സ്ഥലമാണ്. കല്ലുപ്പറ്റിന് പറഞ്ഞുതരാം. കോച്ചിനും പെരുക്കി അപ്പുറത്തേക്ക് ഇതിലൊന്നും നന്നാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു ഫിഷിംഗ് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു കാഴ്ചയും വിശേഷങ്ങളായി കണ്ടുമുട്ടാം. ബൈ.